വിഷ്ണു ഒരു അന്യജാതി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് അവൻ ഗ്രാമത്തിൽ നിന്നും പോകണമെന്ന് ഒരു ശിക്ഷയും കിട്ടി. വിഷ്ണുവും അപർണയും മകൾ പല്ലവിയോടൊപ്പം ഒരു നദിയുടെ കരയിൽ ജീവിച്ചു വന്നു. ദിവസവും അതിരാവിലെ വിഷ്ണു കൂലിപ്പണി ചെയ്യാനായി ഗ്രാമത്തിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. വഴിയിൽ അവൻ പല്ലവിയെയും അവളുടെ സ്കൂളിൽ വിടുമായിരുന്നു. ഇവിടെ വീട്ടിൽ അപർണ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. വീട്ടുജോലികളെല്ലാം തീർത്തു കഴിഞ്ഞിട്ടും അവൾക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ നദിയിൽ നിന്നും മീൻ പിടിക്കുമായിരുന്നു. ദിവസവും ഇങ്ങനെ മീനുകളെ പിടികൂടി അപർണ ഈ ജോലിയിലൊരു എക്സ്പേർട്ടായി മാറി. ഇപ്പോൾ അവൾക്ക് തന്റെ കൈകൾ കൊണ്ട് തന്നെ മീൻ പിടികൂടാൻ പറ്റുന്നുണ്ട്. ഇന്ന് വളരെ നല്ല ദിവസമാ. വീട്ടിൽ ചെന്ന് ഞാൻ മീൻ വറക്കും. അപർണ ആ നദിയിൽ നിന്നും പിടികൂടിയ എല്ലാ മീനുകളെയും വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി നല്ലതുപോലെ ശുദ്ധീകരിച്ച് പാകം ചെയ്യുമായിരുന്നു. ഇതിന്റെ മണം വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ രുചിയും നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വൈകുന്നേരം വിഷ്ണുവും പല്ലവിയും വീട്ടിലേക്ക് വരുമ്പോൾ അപർണ അവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി കൂടെ മീനും വിളമ്പിക്കൊടുത്തു. രുചിച്ച് നോക്കിയിട്ട് പറയോ എങ്ങനെയുണ്ടെന്ന്. അമ്മേ, ഇതിൽ രുചിച്ചു നോക്കാൻ എന്താ ഉള്ളേ? നിങ്ങൾ ചെയ്തെങ്കിൽ വളരെ നന്നായിരിക്കും. ഓ അതെയോ? അതെ അമ്മേ. നിങ്ങൾ ഉണ്ടാക്കുന്ന മീനുകളൊക്കെ എന്റെ സ്കൂളിലേക്ക് അയക്കില്ലേ? അപ്പോഴേക്ക് എന്റെ ഫ്രണ്ട്സ് അത് വിടാതെ കഴിക്കും. നിങ്ങളുടെ അമ്മ വളരെ നന്നായി മീനുണ്ടാക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല കാര്യം. അതെ അതെ, നിന്നെ പോലെ ആർക്കും തന്നെ മീൻകറി വെക്കാനേ സാധിക്കില്ല. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. മീനെന്ന് പറഞ്ഞതും എനിക്കൊരു കാര്യം തോന്നി. ഞാൻ കുറെ മീനുകൾ പിടിച്ച് അത് മാർക്കറ്റിൽ വിൽക്കാമെന്ന് നോക്കുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയും കിട്ടും. ആ, നിനക്ക് വിൽക്കാം. നീ നന്നായി മീനുകളെ പിടികൂടുമല്ലോ. അപ്പൊ നാളെ മുതൽ ഞാൻ പണി തുടങ്ങാം. അടുത്ത ദിവസം അപർണ ഒരുപാട് മീനുകളെ പിടികൂടി. എന്നിട്ട് ആ മീനുകളെല്ലാം ഒരു കുട്ടയിലാക്കി മാർക്കറ്റിലേക്കും പോയി. നല്ല നല്ല മീനുകൾ. ഇന്നാണ് നദിയിൽ നിന്ന് പിടിച്ച മീനുകൾ. നല്ല വെള്ളത്തിൽ നിന്ന് എടുത്ത മീനാണോ? ആ ചേച്ചി, ഇതൊക്കെ നദിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീനുകളാണ്. ഇല്ല ഇല്ല, എനിക്ക് വേണ്ട. ഒരുപാട് ആൾക്കാർ അപർണയുടെ മീൻ കണ്ട് അടുത്തേക്ക് വന്നു. എന്നാൽ കുറച്ചുപേർ മാത്രമേ മീൻ വാങ്ങിയുള്ളൂ. ഇത് കണ്ട് അപർണ ഒരുപാട് വേദനിച്ചു. സാരമില്ല, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ. ചിലപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാ എന്റെ മീനുകളൊക്കെ വിറ്റുപോകും. അപർണ തന്നെത്താനെ സമാധാനപ്പെടുത്തി. പിന്നെ കുട്ടയും എടുത്ത് അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസവും അപർണ നല്ല നല്ല മീനുകൾ പിടികൂടി. എന്നിട്ട് അത് വിൽക്കാനായി മാർക്കറ്റിലേക്കും പോയി. മീൻ വാങ്ങിക്കോളൂ, നല്ല നല്ല മീനുകൾ. ഇന്നും അവസ്ഥ അത് തന്നെ. മീനുകൾ അധികം വിറ്റതേയില്ല. ഇങ്ങനെ ഒരുപാട് ദിവസം സംഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അപർണയുടെ മനസ്സ് വേദനിച്ച് അവൾ ഒരുപാട് ദുഃഖിതയായി. അവൾ മീനുകൾ നിറച്ച കുട്ടയുമായി തിരിച്ച് വീട്ടിലേക്ക് വന്നു. വളരെ വിഷമത്തോടെ അവൾ പാചകം ചെയ്തു. വിഷ്ണു വീട്ടിലേക്ക് വന്നപ്പോൾ അപർണ അവിടെ ഇരിക്കുന്നത് കണ്ട് അപർണയുടെ മൂഡ് ശരിയല്ല എന്നവന് മനസ്സിലായി. അപർണെ, എന്തു പറ്റി? മീൻ വിറ്റ് കുറച്ച് പൈസ സമ്പാദിക്കാമെന്നാണ് വിചാരിച്ചേ. പക്ഷെ ആരും എന്റെ മീനുകൾ വാങ്ങുന്നേയില്ല. നിനക്ക് മീൻ വിൽക്കുന്നതിന് പകരം മീൻ കറി വിറ്റുകൂടെ? ആ, എല്ലാവരും വാങ്ങിക്കോളും. എന്താ ഏട്ടാ, കളിയാക്കുകയാണോ? അയ്യോ, അല്ല അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാണ്. നീ വെച്ചുണ്ടാക്കുന്ന മീൻകറിക്ക് എന്ത് രുചിയാണെന്ന് നിനക്കറിയാമോ? എന്നിരുന്നാലും മീനിനെ പിടികൂടുന്നത് നീയല്ലേ. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്കും നിനക്ക് വിൽക്കാം. നീ നന്നായി ഒന്ന് ആലോചിക്കേ. വിഷ്ണു ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഇപ്പോൾ അപർണയും വിഷ്ണു പറഞ്ഞത് ഓർത്തുകൊണ്ടേയിരുന്നു. എല്ലാവരും എന്റെ മീൻകറി പുകഴ്ന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഒരു വട്ടം ശ്രമിച്ചു നോക്കിയേക്കാം. എങ്ങനെയായാലും എനിക്ക് പൈസ സമ്പാദിച്ചാൽ മതിയല്ലോ. മീനുകൾ വിറ്റ് അല്ലെങ്കിൽ മീൻകറി വിറ്റ് എന്തായിരുന്നാലും എന്താ. ഇപ്പോൾ അപർണയുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു. അവൾ വീണ്ടും ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം അപർണ നല്ല മീനുകൾ പിടികൂടി അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്തുകൊണ്ടിരുന്നു. പാചകം ചെയ്തതിനു ശേഷം അപർണ ഒരു പാത്രത്തിൽ മീനുകളെല്ലാം വെച്ചു. പിന്നെ മറ്റൊരു പാത്രത്തിൽ ഫ്രൈസും വെച്ചു. പിന്നെ അവൾ ഒരു സഞ്ചിയും എടുത്ത് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അപർണ മാർക്കറ്റിൽ എത്തി. മീൻ കറി വെറും 25 രൂപയിൽ മീൻ കറി. മീൻ പാത്തെന്ന് കേട്ടതും കസ്റ്റമേഴ്സ് എല്ലാവരും വരാൻ തുടങ്ങി. ഈ മീൻ ഫ്രഷ് അല്ലേ?
അതെ, ഇന്ന് രാവിലെ പിടിച്ചതാണ്. ശരി ശരി, എനിക്ക് ഒരു പ്ലേറ്റ് തരൂ. അപർണയപ്പോൾ അയാൾക്ക് ഒരു പ്ലേറ്റ് മീൻ ബാത്ത് കൊടുത്തു. അയാൾ അവിടെ തന്നെ നിന്ന് അത് മുഴുവനും കഴിച്ചു തീർത്തു. ആ മീനിന്റെ മണം അവിടെ മുഴുവനും പടർന്നു. അത് കാരണം വീണ്ടും കുറച്ചുകൂടി കസ്റ്റമേഴ്സ് അപർണയുടെ അടുത്ത് വന്നു. എനിക്കും ഒരു പ്ലേറ്റ് തരൂ. ആ ശരി. കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. അപർണയും അവർക്ക് മീൻ ബാത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾ ഒരുപാട് സന്തോഷിച്ചു. ഓരോ പ്ലേറ്റിനും അവൾക്ക് 25 രൂപയും കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ അവളുടെ മീൻ ബാത്ത് മുഴുവനും കാലിയായി. അങ്ങനെ അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. വൈകുന്നേരം വിഷ്ണു വീട്ടിൽ വന്നതും അപർണ പല്ലവിക്കും അവനും ജിലേബിയും കൊടുത്തു. ജിലേബി? അയ്യോ, ഇതെന്താ സ്പെഷ്യലാണല്ലോ. നിങ്ങളത് കഴിക്കൂ, പറയാം. 3 പേരും ജിലേബി കഴിച്ചു. പിന്നെ അപർണ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിഷ്ണുവിനോടും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ മീൻ ബാത്ത് എല്ലാവരും രുചിയോടെ കഴിക്കുമെന്ന്. എനിക്കും കുറച്ച് മീൻ ബാത്ത് ഇട്, ഞാൻ കഴിക്കട്ടെ. അയ്യോ, അതൊക്കെ തീർന്നു പോയല്ലോ. എന്താ? അങ്ങനെ അന്നു മുതൽ അപർണയുടെ മീൻ ബാത്ത് കച്ചവടം വളരെ നന്നായി നടന്നു. അപർണ എപ്പോൾ മാർക്കറ്റിൽ വരുമെന്ന് കസ്റ്റമേഴ്സ് കാത്തു നിൽക്കുന്ന അവസ്ഥയിലായി. ദേ അവിടെ നോക്കൂ, മീൻ കടക്കാരി വന്നു. അവൾ അവിടെ വരുന്നതും അവൾക്ക് ചുറ്റിനും വലിയൊരു കൂട്ടം തന്നെ കൂടും. അവൾ സമ്പാദിച്ച പണം കൊണ്ട് അപർണ അവരുടെ വീടും നന്നാക്കിയെടുത്തു. വിഷ്ണുവും അപർണയെ മീൻ ബാത്ത് ഉണ്ടാക്കി വിൽക്കുന്നതിൽ അവളെ സഹായിക്കുമായിരുന്നു. വിഷ്ണു ഇപ്പോൾ കൂലിപ്പണിയും നിർത്തി. ഭാര്യയും ഭർത്താവും ഇപ്പോൾ മീൻ ബാത്ത് വിറ്റുകൊണ്ടിരുന്നു. അവർ മാർക്കറ്റിൽ ഒരു കടയും തുറന്നു. അവരുടെ മീൻ ബാത്ത് ബിസിനസ് വളരെ സൂപ്പറായി പോയി. പിന്നെ കുറച്ചു നാൾ കൊണ്ട് തന്നെ അപർണ ഗ്രാമത്തിൽ മീൻകടക്കാരി എന്ന പേരിൽ പ്രശസ്തിയായി. ഇപ്പോൾ അവളുടെ കുടുംബം മുഴുവനും ഈ ജോലിയിൽ അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. രാംനഗറിൽ സോഗൻ എന്നു പേരുള്ള ഒരു മീനവൻ ഉണ്ടായിരുന്നു. അവന്റെ കയ്യിൽ വലിയ കപ്പലുണ്ടായിരുന്നു. അതിൽ അവൻ ദിവസവും രാവിലെ ചെന്ന് മീനുകളെ പിടിക്കുമായിരുന്നു. സോഗൻ ആ ഗ്രാമത്തിൽ വെച്ച ഏറ്റവും ധനികനായ മീനവനാണ്. എല്ലാ മീൻപിടുത്തക്കാരും സോഗനെ കണ്ട് ഒരുപാട് അസൂയപ്പെട്ടു. പക്ഷേ സോഗൻ ദിവസവും എല്ലാരെക്കാളും ഒരുപാട് മീൻ പിടിച്ചുകൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുപോയി ആ മീനുകൾ വിൽക്കും. സോൻ ചേട്ടാ, നിങ്ങൾ ഇത്രയും മീൻ പിടിച്ചിട്ടാണല്ലോ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് വരുമാനം വരുന്നുണ്ടല്ലേ? അത് എല്ലാം മേലുള്ളവനാണ് നമുക്ക് തരുന്നത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് എല്ലാം നല്ലതേ നടക്കുന്നുണ്ട് മോനെ. എന്നാ ചേട്ടാ വരൂ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പാർട്ടി വെച്ചൂടെ? ഇതുപോലെ സോഹന്റെ മീൻ വ്യാപാരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. സോഹൻ വളരെ നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് അവന്റെ കൂട്ടുകാരൻ അവനെ എപ്പോഴും പറ്റിപ്പിക്കുമായിരുന്നു. പക്ഷെ ഈ വിഷയം കാരണം അവന്റെ ഭാര്യ വിമലയ്ക്ക് ഒരുപാട് സങ്കടമായിരുന്നു. ഇതുപോലെ സമൂഹ സേവ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? അങ്ങനെ സമൂഹ സേവ ചെയ്യേണ്ട ആവശ്യം എന്താണ് വന്നത്? ദൈവം എല്ലാവർക്കും കയ്യും കാലും നൽകിയിട്ടുണ്ട്. അവർ അധ്വാനിക്കട്ടെ, അവർ ചെലവാക്കട്ടെ. നീ പറയുന്നത് വളരെ ശരിയാണ് മോളെ. പക്ഷേ ഇപ്പൊ നമുക്ക് ഒരു കുറവില്ലാതെ നന്നായിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ട് ഫ്രണ്ട്സിന് ഒരു പാർട്ടി കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഇതെല്ലാം നിങ്ങളുടെ പെരുമയാണ്, പെരുമ. നോക്കിക്കോ, നമുക്ക് ആരും തന്നെ കാണില്ല. ഒരു ദിവസം സോഹന്റെ പഴയ കൂട്ടുകാരൻ രമേശ് സോഹനെ കാണാനായി വീട്ടിലേക്ക് എത്തി. രമേശ് എപ്പോഴും സോഹന്റെ പണത്തിൽ കണ്ണു വെച്ചുകൊണ്ടേയിരിക്കും. എന്തൊക്കെയാണ് കാര്യങ്ങള്? നീ വലിയ വീടൊക്കെയാണല്ലോ കെട്ടിയിരിക്കുന്നത്. പക്ഷെ എന്ത് പറയാനാ, എന്റെ ബിസിനസ് ഒക്കെ വളരെ നഷ്ടത്തിലാണപ്പോ. 2 നേരം ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ലാതെയാണ് ഇരിക്കുന്നത്. കേൾക്കുമ്പോ തന്നെ വല്ലാത്ത കഷ്ടമായിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ എന്നോട് പറയാം. പക്ഷേ രമേശ് ചേട്ടാ, നിങ്ങളുടെ ഡ്രസ്സ്, ചെരുപ്പ് ഇതൊക്കെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അതായത് ദരിദ്രനാണെന്ന് തോന്നുന്നില്ലല്ലോ. പിന്നെ നിങ്ങളുടെ വയറും നിങ്ങളുടെ ഷർട്ട് ബട്ടന് പുറത്തു വരുമെന്ന് തോന്നുന്നു. ഇതൊക്കെ പഴയതാണ് മോളെ. പുതിയത് വാങ്ങാൻ നമ്മളടുത്ത് എവിടെയാ പൈസ ഉള്ളത്? സോഹൻ രമേശ് കരയുന്നത് കണ്ടിട്ട് അവന് കടമായി കുറച്ച് കാശ് നൽകി. രമേശ് അവിടെ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ പോയി. പക്ഷേ വിമല സോഹനെ ഒരുപാട് വഴക്കു പറഞ്ഞു. സോഹൻ എന്ത് വിചാരിക്കുമെന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വിമലയ്ക്ക് ഇഷ്ടമില്ലാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് നമുക്ക് കുറെ മീൻ കിട്ടിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ മാർക്കറ്റിൽ വിട്ടിട്ട് പൈസ നന്നായിട്ടുണ്ടാക്കണം. സോഹന്റെ മീനുകൾ എല്ലാം തന്നെ ഉടനെ വിറ്റു. ഇത് കണ്ടിട്ട് സോഹന് ഒരുപാട് സന്തോഷമായി. പെട്ടെന്ന് തന്നെ അവന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്തുപറ്റി? ഇന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി? ഇന്ന് ഒരുപാട് മീൻ പിടിക്കാൻ പറ്റിയില്ലേ? എന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത്? ഇന്ന് എനിക്ക് നല്ല കച്ചവടമായിരുന്നു. പിടിച്ച മീനുകളൊക്കെ നന്നായിട്ട് വിറ്റ് കഴിഞ്ഞു.
കുറച്ചു സമയത്തിന് ശേഷം സോഹന്റെ വീട്ടിന്റെ പുറത്ത് ഒരുപാട് ജനങ്ങൾ കൂട്ടമായി വന്നു. എന്നിട്ട് എല്ലാരും സോഹൻ ഒഴിയട്ടെ ഒഴിയട്ടെ എന്ന് നിലവിളിച്ചു. സോഹനും വിമലയ്ക്കും ഒന്നും തന്നെ മനസ്സിലായില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ? അറിയില്ലല്ലോ, വരൂ നമുക്ക് പുറത്തുപോയി നോക്കാം. സോഹനും വിമലയും പുറത്തേക്ക് വന്നു. അവിടെ ജനങ്ങൾ ഒരുപാട് ദേഷ്യത്തോടെയായിരുന്നു. എന്തു പറ്റി? നിങ്ങൾ എല്ലാരും എന്തിനാണ് ഇവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നത്? നിന്റെ മീൻ കഴിച്ചിട്ടേ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വീട്ടിൽ സുഖമില്ലാണ്ട് കിടക്കുകയാണ്. ചില പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ എപ്പോഴും നദിയിലെ ഫ്രഷായ മീനാണല്ലോ പിടിച്ചു കൊണ്ടുവന്നത്. അതൊന്നും ഞങ്ങൾക്ക് അറിയണ ആവശ്യമില്ല. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കാശ് തിരിച്ചു കൊടുക്കണം. അതുമാത്രമല്ല, അവരുടെ വൈദ്യ ചെലവ് നീ തന്നെയാണ് നോക്കേണ്ടത്. പിന്നെ അതിനുള്ള നഷ്ടം നീ തരണം. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് സോഹന് ഒന്നും തന്നെ മനസ്സിലായില്ല. പക്ഷേ സോഹൻ വളരെ നല്ലവനായ ഒരു മനുഷ്യനാണ്. അതു കാരണം അവൻ എല്ലാവർക്കും കാശ് തിരിച്ചു നൽകി. പിന്നെ അവൻ വിറ്റ മീനുകളെ കൊണ്ട് ബാധിക്കപ്പെട്ട ജനങ്ങളെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോയി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്ര കാശില്ല ചേട്ടാ. ഉണ്ടായിരുന്നതൊക്കെ മീന് കഴിച്ച് രോഗം പിടിച്ചവർക്കൊക്കെ കൊടുത്തു. ഇപ്പോഴീ വീടും എന്റെ പടകു മാത്രമേ ഉള്ളൂ. പടകു വിറ്റാൽ നമ്മൾ എങ്ങനെ കാശുണ്ടാക്കും? നമ്മൾ ഈ വീട് വിറ്റേ പറ്റൂ. ശരി, ഞാൻ എന്റെ ജീവിതം നിങ്ങളോടൊപ്പം ആ കപ്പലിലെങ്കിലും ജീവിക്കും. സോഹൻ തന്റെ വീട് വിറ്റു. സോഹനും കമലയും ആ കപ്പലിൽ ചെന്ന് ജീവിച്ചു. സോഹൻ എപ്പോഴും പോലെ മീനുകൾ പിടിച്ച് മാർക്കറ്റിൽ വിൽക്കാനായി ചെന്നു. മീന് വാങ്ങാൻ വരൂ, നല്ല രുചിയുള്ള മീന്. സന്ധ്യയുമായി സമയം. പക്ഷേ സോഹൻ കൊണ്ടുവന്ന ഒരു മീനും വിറ്റില്ല. സോഹന് ഒരുപാട് സങ്കടം തോന്നി. എന്തു പറ്റി സോഹൻ? നിന്റെ ഒരു മീനും വിറ്റില്ലല്ലോ. എന്തു ചെയ്യാനാ, രാവിലെ തൊട്ട് ഞാൻ വിൽക്കാനിരിക്കുകയാണ്, ഒരു മീന് പോലും വിറ്റിട്ടില്ല. എല്ലാരും നിന്റെ മീന് കണ്ടിട്ട് അവർ പേടിച്ചതാണ്. എല്ലാവർക്കും അവരുടെ ജീവന് മുഖ്യമല്ലേ. തന്റെ കുടുംബം കുട്ടി സുഖമല്ലാണ്ട് ഇരിക്കാൻ അവരാരെങ്കിലും സമ്മതിക്കോ? പക്ഷേ അതിൽ എന്റെ ഒരു തെറ്റും ഇല്ലല്ലോ. അങ്ങനെ ആ തെറ്റുണ്ടെങ്കിൽ ഞാൻ അത് മാറ്റിയിട്ടുണ്ടല്ലോ. അതേ സമയത്ത് ഞങ്ങൾ എങ്ങനെ നിന്നെ വിശ്വസിക്കാൻ പറ്റും? ഒരു പ്രാവശ്യം പറ്റിച്ചു പോയ മനുഷ്യന്മാര് പിന്നെയും പറ്റിക്കാൻ വിശ്വാസമില്ല. സോഹൻ തന്റെ കൂട്ടുകാരന്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേട്ട് ഒരുപാട് വിഷമിച്ചു. എന്നിട്ട് തിരിച്ച് തന്റെ കപ്പലിലേക്ക് തിരിച്ചുപോയി. എന്തുപറ്റി? ഇന്ന് വരാൻ ഇത്രയും സമയമെടുത്തു? നല്ല വ്യാപാരമുണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നുമില്ല മോളെ, ഇന്ന് ഒരു മീന് പോലും ഞാൻ വിറ്റിട്ടില്ല. ആരും നമ്മളടുത്ത് മീൻ വാങ്ങാൻ വിശ്വാസമില്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരനോട് സഹായം ചോദിച്ചുകൂടാ? നിങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ ഒരുപാട് സഹായം ചെയ്തിട്ടില്ലേ? ഇപ്പൊ എല്ലാം മാറിപ്പോയി. എന്റെ അടുത്ത് പൈസ ഉള്ളപ്പോൾ ജനങ്ങളൊക്കെ എന്റെ അടുത്തായിരുന്നു വന്നോണ്ടിരുന്നത്. ഇപ്പൊ എല്ലാരും എന്റെ നിലമയെ കണ്ടിട്ട് എല്ലാരും കളിയാക്കുകയാണ്. നമ്മൾ നാളെ വീണ്ടും ഒരുപാട് മീന് പിടിച്ച് നദിയുടെ അപ്പുറത്തെ സൈഡുള്ള ഗ്രാമത്തിൽ ചെന്ന് വിൽക്കാം. അവിടെ ആർക്കും നമ്മളെ അറിയില്ല. ശരി മോളെ, നീ പറയുന്നോണ്ട് നമുക്ക് ആ ഗ്രാമത്തിലേക്കും പോയി നോക്കാം. നമുക്ക് നോക്കാം. അടുത്ത ദിവസം സോഹനും കമലയും മീൻ പിടിക്കാനായി വെള്ളത്തിൽ അവരുടെ കപ്പൽ വെള്ളത്തിൽ വെച്ചപ്പോൾ മറ്റുള്ള മീനവർകളൊക്കെ അവരെ എതിർക്കാൻ തുടങ്ങി. നീ നദിയിൽ പടക് ഓട്ടിക്കാനേ പാടില്ല. അതുപോലെ നിങ്ങൾ എന്തിനാ പറയുന്നു മദൻ ചേട്ടാ? ഒരു പ്രാവശ്യം നീ ഞങ്ങൾ എല്ലാവരും ജീവനിലെ ആപത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി ഞങ്ങൾക്ക് അതുപോലെ വരണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ശരി, ഞങ്ങളുടെ കപ്പൽ എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ പോകാം. വിമലയും സോഹനും തങ്ങളുടെ കപ്പൽ എടുത്തുകൊണ്ട് വെള്ളത്തിൽ പോയി. മണിക്കൂറോളം കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. തൊട്ടടുത്ത് ഗ്രാമം ഒന്നും തന്നെ അവർക്ക് കണ്ടില്ല. അപ്പോഴാണ് വിമലയ്ക്ക് വെള്ളത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു മീൻ കണ്ടത്. ഉടനെ വിമല വല വെള്ളത്തിലേക്കിട്ട് ആ സ്വർണ്ണ മീനിനെ പിടിച്ചെടുത്തു. ഇതേതോ മായ മീൻ പോലെ ഉണ്ടല്ലോ. ഇതിന്റെ നിറം നോക്കൂ, സ്വർണ്ണ പോലെ തിളങ്ങുന്നു. ഒരുപക്ഷെ ഈ സ്വർണ്ണ മീന് മാർക്കറ്റിൽ വിറ്റാൽ നമുക്ക് ഒരുപാട് കാശ് കിട്ടും. എന്നാ നമ്മൾ ഈ മീനിനെ വളരെ സൂക്ഷിച്ചു വെക്കണം. എന്നാ നമുക്ക് ഈ മീനിനെ ഫാമിംഗ് ചെയ്യാലോ. പിന്നെ ഇതിന്റെ സ്വർണ്ണ മുട്ടകൾ വെച്ച് നമുക്ക് മാർക്കറ്റിലും വെക്കാം. നീ ആ പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? സ്വർണ്ണ മുട്ട ഇടുന്ന താറാവിനെ ആരും അറക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ചേട്ടാ. വിമലയും സോഹനും ഒരു ഗ്രാമത്തിലേക്ക് ചെന്നു. എന്നിട്ടവിടെ തങ്ങളുടെ കപ്പൽ വിറ്റ് കുറച്ച് പണം എടുത്ത് ഒരു സ്ഥലം വാങ്ങി അതിലൊരു കുളമുണ്ടാക്കി. എന്നിട്ട് സ്വർണ്ണ മീനുകളുടെ ഫാമിംഗ് തുടങ്ങി. കുറച്ചു ദിവസത്തിനകം ആ സ്വർണ്ണ മീൻ സ്വർണ്ണ മുട്ടകൾ ഇട്ടു. നമ്മൾ ഈ സ്വർണ്ണ മുട്ടകൾ വിറ്റ് ഒരുപാട് കാശുണ്ടാക്കാം ചേട്ടാ. പതുക്കെ പതുക്കെ സ്വർണ്ണ മുട്ടകൾ വിറ്റ് വിമലയും സോഹനും വീണ്ടും പണക്കാരായി മാറി. വീണ്ടും അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. സോഹന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് കണ്ട് വീണ്ടും ജനങ്ങൾ സോഹന്റെ അടുത്ത് കാശിനായി എത്തി.
സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് തെറ്റായിട്ട് വിചാരിക്കാൻ പാടില്ല. നീ ഞങ്ങളുടെ നെരുങ്ങിയ ദോസ്തല്ലേ. ഇങ്ങനെ കൂട്ടുകാരനെ പോലെ അഭിനയിക്കുന്നതൊന്ന് നിർത്ത്. ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്നെ കളിയാക്കി കൈകൊട്ടി ചിരിക്കുമായിരുന്നു. ഇവിടെ നിന്ന് പോ. സോഹൻ അപ്പോഴാണ് മനുഷ്യന്മാരെ കുറിച്ച് മനസ്സിലായത്. പിന്നെ പറ്റിക്കുന്ന കൂട്ടുകാരിൽ നിന്നും വിലകിയിരുന്നു. സ്വർണ്ണ മീനിന്റെ സഹായം കൊണ്ട് അവന്റെ ജീവിതം നല്ല രീതിയിൽ പോകുന്നു. വസൈ ഗ്രാമത്തില് പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, യോഗേഷ്. യോഗേഷിന്റെ വിവാഹം അവന്റെ ഗ്രാമത്തിലെ ഒരു കുട്ടി ശിവാന്തയുമായിട്ടായിരുന്നു. ശിവാന്ത ഒരു മുക്കുവൻ കുടുംബത്തിലെ ആയിരുന്നു. വിവാഹത്തിന് ശേഷം രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. ശിവാന്ത യോഗേഷിന് എന്നും ടിഫിൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എന്നിട്ട് യോഗേഷ് എന്നും അവന്റെ ഓഫീസിലേക്ക് പോകുമായിരുന്നു. ഇവരുടെ ജീവിതം നല്ല സമാധാനത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ 2 വർഷത്തിനു ശേഷം ശിവാന്തയ്ക്ക് ഒരാൺകുട്ടി ഉണ്ടായി. ഇവരുടെ സന്തോഷത്തിന് ഒരവസാനവും ഇല്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം യോഗേഷ് ഒരു കത്തുമായിട്ട് വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് അവന് ആ കത്തും പിടിച്ച് ഒരുപാട് കരയാൻ തുടങ്ങി. എന്ത് പറ്റി? എന്തിനാ നിങ്ങൾ കരയുന്നേ? എന്റെ ജോലി ജോലിക്ക് എന്ത് പറ്റി? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ കമ്പനി ഇപ്പൊ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. സാരമില്ല, നിങ്ങൾ ഇങ്ങനെ കരയണ്ട. നിങ്ങൾക്ക് വേറെ എവിടെങ്കിലും ജോലി കിട്ടുമല്ലോ. ഇനി ഞാൻ എന്റെ കുടുംബം എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോവുക? യോഗേഷ് കൊച്ചു കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. ദിവസം മുഴുവനും പണിയെടുത്ത് ശിവാന്ത വീടിന്റെ ചെലവിനെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചോണ്ടിരുന്നത്. എന്നിട്ട് ഉറങ്ങുന്ന സമയത്ത്, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്തായാലും നിങ്ങൾ വേറെ ഒരു ജോലി നോക്കുന്നില്ലേ? ഇത് മോശ സമയമാ, കുറച്ചു നാള് കഴിഞ്ഞ് മാറും. പിറ്റേ ദിവസം വെളുപ്പിന് ശിവാന്ത മീൻ മേടിക്കാൻ കടലിനക്കരെ എത്തി. അവള് മീൻകാരന്റെ അടുത്തുനിന്ന് മീന് മേടിച്ച് അവർക്ക് കുറച്ച് പൈസ കൊടുത്തു. എന്നിട്ട് അവള് തിരിച്ച് അവളുടെ ഗ്രാമത്തിലേക്ക് വന്നു. മീൻകാരി, മീൻകാരി, പുതിയ പുതിയ മീനെ വാങ്ങിച്ചോളൂ. ശിവാന്ത ഗ്രാമങ്ങളെല്ലാം കേറിയിറങ്ങി ആ മീന് വിൽക്കാൻ നോക്കി. ഈ മീനെല്ലാം വിറ്റ് അവള് നല്ല കാശുണ്ടാക്കുമായിരുന്നു. കിട്ടിയ പൈസയിൽ നിന്നും ശിവാന്ത വീട്ടിന് ചെലവിന് വേണ്ടി കാശ് മാറ്റി വെക്കുമായിരുന്നു. പിന്നെ കുറച്ച് പൈസ സൂക്ഷിച്ച് അവള് മാറ്റി വെക്കുമായിരുന്നു. യോഗേഷും എന്നും ഒരുങ്ങി ഒരു പുതിയ ജോലിക്ക് അന്വേഷിക്കാൻ പോകുമായിരുന്നു. പക്ഷെ എന്നും ഒരു ജോലി കിട്ടാതെ തിരിച്ചു വരുമായിരുന്നു. ഒരുപാട് മാസങ്ങള് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. ശിവാന്ത എന്നും മീൻ വിൽക്കുമായിരുന്നു. മീൻകാരി, മീൻകാരി, പുതിയ പുതിയ മീനെ വാങ്ങിച്ചോളൂ. എന്നിട്ട് പിന്നെ വൈകുന്നേരം വിഷമിച്ചു വരുന്ന യോഗേഷിനെ അവള് എണ്ണ തേച്ച് തിരുമ്മി കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ശിവാന്ത കണ്ടു, അവള് മാറ്റി വെച്ചിരുന്ന പൈസ വളരെ അധികം ഉണ്ടായിരുന്നു. അവള് യോഗേഷിന്റെ അടുത്ത് ചെന്ന്, അല്ല, ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനാ ജോലി നോക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്യോഗം ചെയ്യാവല്ലോ. കൃഷി ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ? അതിനൊക്കെ ഞാൻ എവിടെ പോവും? ശിവാന്ത മാറ്റി വെച്ചിരുന്ന കാശ് കൊണ്ടുവന്നു. ഇത് ഞാൻ മാറ്റി വെച്ചതാ. ഇതുകൊണ്ട് നിങ്ങൾക്ക് വ്യവസായം തുടങ്ങാമല്ലോ. ശിവാന്ത കൂട്ടിവെച്ചിരുന്ന കാശ് കണ്ട് യോഗേഷിന് കരച്ചില് വന്നു. എന്നിട്ട് പിന്നെ യോഗേഷ് ആ ഗ്രാമത്തില് ഒരു കട തുടങ്ങി. അതിനുശേഷം യോഗേഷിന്റെയും ശിവാന്തയുടെയും സാമ്പത്തിക സ്ഥിതി പതുക്കെ പതുക്കെ മെച്ചപ്പെടാൻ തുടങ്ങി.
അതിനുശേഷം ഷെവന്ത നാട് മുഴുവനും നടന്ന് മീൻ വിൽക്കുന്ന പരിപാടിയും നിർത്തി. ഈ കഥയില് നമ്മൾ പഠിച്ചത് പരിശ്രമിക്കുന്ന ആൾക്കാര് ഒരിക്കലും തോക്കാറില്ല എന്ന്. മിതാലി, ഇത് നോക്കുമോളെ, പാൽ നന്നായി പാട വരുന്ന രീതിയിൽ ഇങ്ങനെ നന്നായി തിളപ്പിക്കുകയാണെങ്കിൽ ശുദ്ധമായ നെയ്യ് നമുക്കുണ്ടാക്കാൻ സാധിക്കും മോളെ. ശരിയമ്മേ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മാങ്ങയെ ഇതുപോലെ നന്നായി അരിഞ്ഞ് ഉണങ്ങാനായി വെക്കണം. മനസ്സിലായോ? എന്തിനാ അമ്മേ? എന്തെന്നാൽ മാങ്ങാ കഷ്ണങ്ങളിൽ കുറച്ചെങ്കിലും ഈർപ്പമുണ്ടായിരുന്നാൽ നമ്മൾ അതിൽ മസാല ചേർക്കുമ്പോൾ മാങ്ങയ്ക്ക് രുചിയേ ഉണ്ടാവില്ല. ശരിയമ്മേ, എനിക്ക് മനസ്സിലായി. ഇതുപോലെ മിതാലി അവളുടെ അമ്മൂമ്മയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. മിതാലിക്ക് പാചകം വളരെയേറെ ഇഷ്ടമായിരുന്നു. നാളുകൾ കടന്നുപോയി. ഇപ്പോൾ മിതാലി ഒരു യുവസുന്ദരിയായി മാറിയിരിക്കുന്നു. അമ്മൂമ്മ മിതാലിയെ വളരെ നല്ലൊരു ചെറുപ്പക്കാരനായ മഹേഷുമായി വിവാഹം നടത്തി. മിതാലിയും മഹേഷും വളരെ സന്തോഷത്തോടെ ജീവിച്ചുപോയി. 1 വർഷത്തിനു ശേഷം മിതാലിക്കും മഹേഷിനും ഇരട്ട കുഞ്ഞുങ്ങൾ പിറന്നു. ആ കുട്ടികളെ അവർ അലോക്, ആദിത്യ എന്ന് വിളിച്ചു. അവരുടെ ജീവിതം വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. മഹേഷ് തന്റെ ഉത്തരവാദിത്വം വളരെ നന്നായി നിർവഹിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം മിതാലിയുടെ അമ്മൂമ്മ മരിച്ചു. അവൾ കരഞ്ഞു കരഞ്ഞ് അവളുടെ അവസ്ഥ വളരെ മോശമായി തീർന്നു. ഇപ്പോൾ ഈ ലോകത്തിൽ മിതാലിയുടെ സ്വന്തമെന്ന് പറയാൻ 3 പേരാണുള്ളത്. മഹേഷും അവളുടെ 2 കുട്ടികളും. മിതാലി സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവൾ തന്റെ ഭർത്താവിനെയും 2 കുട്ടികളെയും നന്നായി പരിപാലിച്ചു. എന്നാൽ ദൈവം മിതാലിയുടെ ജീവിതത്തിൽ സന്തോഷം കുറച്ചു മാത്രമാണ് വിധിച്ചിരുന്നത്. മഹേഷിനൊരു ആക്സിഡന്റിൽ പരിക്കേറ്റു. അങ്ങനെ അയാൾ കിടപ്പിലായിത്തീർന്നു. മിതാലി എന്തു ചെയ്യണമെന്നറിയാതെ വളരെയധികം വ്യസനിച്ചു. അവൾക്ക് തന്റെ കുടുംബത്തെയും കുട്ടികളെയും എങ്ങനെ സംരക്ഷിക്കണമെന്നറിയില്ലായിരുന്നു. കുറച്ചു ദിവസത്തിനുള്ളിൽ വീട്ടിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും തീർന്നു. അവരുടെ കയ്യിൽ മരുന്ന് വാങ്ങാൻ കൂടെ പൈസയില്ലായിരുന്നു. അതിനുശേഷം ഒരു ദിവസം മഹേഷും ഈ ലോകത്തോട് വിട പറഞ്ഞു. മഹേഷിന്റെ മരണശേഷം മിതാലിയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വളരെയധികം വർദ്ധിച്ചു. ആകെയുണ്ടായിരുന്ന സമ്പാദ്യം മഹേഷിന്റെ വരുമാനമായിരുന്നു. ആ വരുമാനം നിലച്ചപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിത്തീർന്നു. മിതാലി അത്രയും നാൾ ഒരു ജോലിക്കും പോയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജീവിക്കുന്നതിന് അവളുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ സമ്പാദിച്ചില്ലെങ്കിൽ എന്റെ 2 മക്കളും പട്ടിണി മൂലം മരിക്കേണ്ടി വരും. ഞാനിപ്പോൾ സമ്പാദിച്ചേ തീരൂ. എന്നാൽ ഞാൻ എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല. എനിക്ക് വിദ്യാഭ്യാസവും ഇല്ലാതെ പോയല്ലോ. മിതാലി ഒരുപാട് ആലോചിച്ചു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൾ വളരെ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് അവളുടെ ശ്രദ്ധ വീട്ടിലുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ ചെന്നെത്തിയത്. അച്ചാർ! ആ, എനിക്ക് അച്ചാറുണ്ടാക്കി സമ്പാദിക്കാൻ സാധിക്കും. അങ്ങനെ മിതാലി അച്ചാർ ഉണ്ടാക്കാൻ ആരംഭിച്ചു. അവൾ അച്ചാർ ഉണ്ടാക്കിയതിനു ശേഷം അവൾ അത് ഒരു വലിയ പാത്രത്തിൽ മാറ്റിവെച്ചു. ആ അച്ചാർ അവൾ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചു. അവൾ ചന്തയിൽ പോയി ഒച്ച വെച്ച് അച്ചാർ വിൽക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ മിതാലിയിൽ നിന്നും അച്ചാറും വാങ്ങി. സന്ധ്യാസമയമായപ്പോൾ മിതാലി തന്റെ ആദ്യ ദിവസത്തെ വരുമാനം കണ്ട് വളരെയധികം സന്തോഷിച്ചു. ആ പണം ഉപയോഗിച്ച് മിതാലി ഒരുപാട് മാങ്ങകൾ വാങ്ങി. തന്റെ 2 മക്കൾക്ക് വേണ്ടി ആഹാരത്തിനായി ഒരുപാട് സാധനങ്ങളും വാങ്ങി. അടുത്ത ദിവസം മിതാലി വീണ്ടും അച്ചാർ ഉണ്ടാക്കി. വീണ്ടും ചന്തയിൽ പോയി ആ അച്ചാർ അവൾ വിൽപ്പന നടത്തി. കുറച്ചു നാളുകൾക്കുള്ളിൽ മിതാലിയുടെ അച്ചാറിനെ കുറിച്ച് ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം മിതാലിയുടെ അച്ചാർ വാങ്ങാനായി ആളുകളുടെ വലിയൊരു ക്യൂ തന്നെയുണ്ടായി.
മിതാലി അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ ആവശ്യത്തിലധികം അവൾക്ക് സമ്പാദിക്കാൻ സാധിച്ചു. അവളുടെ 2 കുട്ടികൾക്കും അവൾ ആഗ്രഹിച്ച പോലെ ബുദ്ധിമുട്ടില്ലാതെ സന്തോഷത്തോടെ ഒരു ജീവിതം നൽകി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മിതാലിയുടെ 2 കുഞ്ഞുങ്ങളും വളർന്നു വലുതായി. ഇപ്പോൾ അവർ 2 പേരും ഒരു വലിയ സ്കൂളിൽ പഠിക്കാനായി പോകുകയാണ്. മിതാലി അച്ചാറുണ്ടാക്കി വിറ്റ് ഒരു വലിയ വീട് പണി കഴിപ്പിച്ചു. ഇപ്പോൾ മിതാലിക്ക് ചന്തയിൽ അച്ചാറ് വിൽക്കാൻ ഒരു വലിയ കട തന്നെയുണ്ട്. ഇപ്പോൾ അച്ചാറ് മാത്രമല്ല, അതോടൊപ്പം ഒരുപാട് സാധനങ്ങളും ആ കടയിൽ അവൾ വിൽക്കാൻ തുടങ്ങി. മിതാലി തന്റെ സഹായത്തിനായി ഒരുപാട് യുവതികളെയും ചേർക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന പാവപ്പെട്ട ഒരുപാട് യുവതികൾക്കും ജോലി ലഭിച്ചു. അവരുടെ ജീവിതവും സന്തോഷപൂർണമായി തീർന്നു. മിതാലിക്ക് ദിവസം തോറും വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മിതാലി തന്റെ വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ പുതിയ ടെക്നിക്കുകളും ഉപയോഗിക്കാൻ തുടങ്ങി. അവളുടെ ചെറിയ വ്യാപാരം ഇപ്പോൾ ഒരു വലിയ ഫാക്ടറിയായി മാറിയിരിക്കുന്നു. അവൾക്ക് സ്വന്തമായുണ്ടായിരുന്ന ആ ചെറിയ കട ഇപ്പോൾ വലിയൊരു കമ്പനിയായി തീർന്നിരിക്കുന്നു. മിതാലി വിദ്യാഭ്യാസമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വലിയ കമ്പനിയുടെ മുതലാളിയായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ അവളോട് ചോദിച്ചപ്പോൾ, സാധാരണ ഒരു അച്ചാർ വിറ്റ് നിങ്ങൾ ഇത്ര വലിയൊരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. മാഡം, ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കുമോ? ആവശ്യം. എന്റെ ജീവിതത്തിൽ അങ്ങനെയൊരു ആവശ്യം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അച്ചാറും ഉണ്ടാക്കില്ലായിരുന്നു. ഇത്രയധികം വരുമാനവും എനിക്കുണ്ടാകില്ലായിരുന്നു. മിതാലി മാഡം, നിങ്ങളുടെ ഈ പരിശ്രമത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. നിങ്ങളുടെ ഈ കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ ഒരു വലിയ കമ്പനിയായി തീരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സോ മാഡം, നിങ്ങളുടെ ഈ വിജയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, ശരിയായ ആഗ്രഹമുണ്ടെങ്കിൽ പരിശ്രമിക്കുകയാണെങ്കിൽ ആർക്കും ഈ വിജയം സാധ്യമാണ്.